ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മളൊരു മെറ്റേണിറ്റി ഷൂട്ടിന് വന്നതാട്ടോ. അതും കോഴിക്കോടാണ്. നല്ല അടിപൊളി ബീച്ച് സൈഡ് ഗോതേശ്വരം ബീച്ചിൽ വെച്ചിട്ടാണ് നമുക്ക് ഷൂട്ടുള്ളത്. നമ്മളൊരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത്. 4 മണിക്ക് എത്തിയാലും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു, ഒരു 5 മണി ടൈം ആകാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സൂര്യൻ അസ്തമിക്കുന്ന ഒരു ടൈമായിരുന്നു. നമ്മൾ കപ്പിൾസിനെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുറേ ഷോട്ടുകൾ ചെയ്തു. കപ്പിൾസും അതേപോലെ തന്നെ നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ടീംസായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ ഷൂട്ടൊക്കെ. കിടലിനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓരോ ടൈപ്പിലും നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ ടൈപ്പിൽ ഷൂട്ട് ചെയ്തു. പിന്നെ ആംബിയൻസിനെ പറ്റി പറയുക വെച്ചാൽ ബീച്ചിൽ ഒരു വൈകുന്നേരം ടൈമാണ് ബെറ്ററായിട്ട് നമുക്ക് നല്ല അടിപൊളി നല്ല കിടിലൻ സൺസെറ്റിലെ ലെവലിലും നല്ല അടിപൊളി ലൈറ്റിങ്ങും കിട്ടും. നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ചത്. രാവിലെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല വെയിലായി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് നമ്മളൊരു ഈവനിങ് തന്നെ വെച്ചു. അതേപോലെ തന്നെ ടീംസ് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവിടെ എത്തി. നമ്മൾ നല്ല നീറ്റായിട്ട് ടൈമിങ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഷൂട്ട് ചെയ്തു. ആ ടൈം തന്നെ അവിടെ വേറെ ഷൂട്ട് നടക്കുന്നുണ്ട് ബീച്ചിൽ. നല്ല റഷുള്ളൊരു ടൈമായിരുന്നു എന്തായാലും ഷൂട്ട്. ബീച്ചിലൊക്കെ നല്ല ആളുകളുണ്ടായിരുന്നു. പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വേറെ പല ഷൂട്ടും നടക്കുന്നുണ്ട്. അതും സേവ് ഡേറ്റ് ഷൂട്ടും ഇതേപോലെ കപ്പിൾ ഷൂട്ടും ഒക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ടൈമെന്ന് പറയുമ്പം അത്യാവശ്യം വെയിൽ കുറഞ്ഞിട്ട് ചൂട് കുറവുള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കപ്പിൾസിനെ വെച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വെയിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കണ്ണ് മുഴുവനായിട്ട് തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് തന്നെ മാറ്റിയത്. നല്ല വെയിൽ പോയിട്ട് ആ ഒരു സൺസെറ്റ് ടൈം ആകുമ്പം അത്ര ഒരു വിഷയം വരില്ല. നമ്മളിങ്ങനെ ഷൂട്ടിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ അതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൺസെറ്റ് നിന്നിങ്ങനെ സെറ്റായിട്ട് ഇപ്പം താഴ്ന്നു പോകുന്നുള്ള ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ടൈം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നുണ്ട്. ഏകദേശം ഒരു 5:45 6 മണി ടൈം ആയിട്ടുണ്ട്. ഏകദേശം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനുള്ള ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിനനുസരിച്ച് നമ്മൾ ഷൂട്ടും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിചാരിക്കുന്ന ലെവലിൽ നമ്മളിങ്ങനെ ഷൂട്ട് സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്താലും നമ്മൾ വിചാരിച്ചൊരു ഔട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പെടേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മൾ കുറേ ഒരു ലെവലിൽ വിചാരിച്ചാലും നമ്മളെ എന്താ പറയുക അത്രത്തോളം എന്താ പറയുക നമുക്ക് ആ ഒരു ഔട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടണം. നമ്മൾ കുറേ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ കുറേ ഷൂട്ട് ക്ലോസപ്പിലാണെങ്കിലും വൈഡാണെങ്കിലും എല്ലാ ആംഗിളിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ബെറ്ററായിട്ടുള്ള സംഗതിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറേ എടുക്കും. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബീച്ചിൽ കുതിരയെ വെച്ചിട്ടൊക്കെ കുറേ ടീംസ് ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഷൂട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുതിരേനെ ഓടിച്ച് പോകുന്നുണ്ട്. ഈ ബീച്ചിൽ വൈകുന്നേരമുള്ള കാഴ്ച തന്നെയാണ്. ഫുൾ ടൈം ആളുകൾക്ക് ഇതേപോലെ കുതിരേനെ വെച്ച് ഇങ്ങനെ ഓടിച്ച് കളിക്കുന്നതും. നമ്മൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മളെ ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മളൊരു മെറ്റേണിറ്റി ഷൂട്ടിന് വന്നതാട്ടോ. അതും കോഴിക്കോടാണ്. നല്ല അടിപൊളി ബീച്ച് സൈഡ് ഗോതേശ്വരം ബീച്ചിൽ വെച്ചിട്ടാണ് നമുക്ക് ഷൂട്ടുള്ളത്. നമ്മളൊരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത്. 4 മണിക്ക് എത്തിയാലും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു, ഒരു 5 മണി ടൈം ആകാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സൂര്യൻ അസ്തമിക്കുന്ന ഒരു ടൈമായിരുന്നു. നമ്മൾ കപ്പിൾസിനെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുറേ ഷോട്ടുകൾ ചെയ്തു. കപ്പിൾസും അതേപോലെ തന്നെ നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ടീംസായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ ഷൂട്ടൊക്കെ. കിടലിനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓരോ ടൈപ്പിലും നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ ടൈപ്പിൽ ഷൂട്ട് ചെയ്തു. പിന്നെ ആംബിയൻസിനെ പറ്റി പറയുക വെച്ചാൽ ബീച്ചിൽ ഒരു വൈകുന്നേരം ടൈമാണ് ബെറ്ററായിട്ട് നമുക്ക് നല്ല അടിപൊളി നല്ല കിടിലൻ സൺസെറ്റിലെ ലെവലിലും നല്ല അടിപൊളി ലൈറ്റിങ്ങും കിട്ടും. നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ചത്. രാവിലെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല വെയിലായി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് നമ്മളൊരു ഈവനിങ് തന്നെ വെച്ചു. അതേപോലെ തന്നെ ടീംസ് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവിടെ എത്തി. നമ്മൾ നല്ല നീറ്റായിട്ട് ടൈമിങ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഷൂട്ട് ചെയ്തു. ആ ടൈം തന്നെ അവിടെ വേറെ ഷൂട്ട് നടക്കുന്നുണ്ട് ബീച്ചിൽ. നല്ല റഷുള്ളൊരു ടൈമായിരുന്നു എന്തായാലും ഷൂട്ട്. ബീച്ചിലൊക്കെ നല്ല ആളുകളുണ്ടായിരുന്നു. പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വേറെ പല ഷൂട്ടും നടക്കുന്നുണ്ട്. അതും സേവ് ഡേറ്റ് ഷൂട്ടും ഇതേപോലെ കപ്പിൾ ഷൂട്ടും ഒക്കെ ആയിട്ട്. പിന്നെ
ഈ ഒരു ടൈമെന്ന് പറയുമ്പം അത്യാവശ്യം വെയിൽ കുറഞ്ഞിട്ട് ചൂട് കുറവുള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കപ്പിൾസിനെ വെച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വെയിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കണ്ണ് മുഴുവനായിട്ട് തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് തന്നെ മാറ്റിയത്. നല്ല വെയിൽ പോയിട്ട് ആ ഒരു സൺസെറ്റ് ടൈം ആകുമ്പം അത്ര ഒരു വിഷയം വരില്ല. നമ്മളിങ്ങനെ ഷൂട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ അതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൺസെറ്റ് ഇങ്ങനെ നിന്നിങ്ങനെ സെറ്റായിട്ട് ഇപ്പം തകർന്നു പോകുന്നുള്ള ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ടൈം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നുണ്ട്. ഏകദേശം ഒരു 5:45 6 മണി ടൈം ആയിട്ടുണ്ട്. ഏകദേശം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനുള്ള ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിനനുസരിച്ച് നമ്മൾ ഷൂട്ടും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിചാരിക്കുന്ന ലെവലിൽ നമ്മളിങ്ങനെ ഷൂട്ട് സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്താലും നമ്മൾ വിചാരിച്ചൊരു ഔട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പെടേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മൾ കുറേ ഒരു ലെവലിൽ വിചാരിച്ചാലും നമ്മളെ എന്താ പറയുക അത്രത്തോളം എന്താ പറയുക നമുക്ക് ആ ഒരു ഔട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടണം. നമ്മൾ കുറേ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ കുറേ ഷൂട്ട് ക്ലോസപ്പിലാണെങ്കിലും വൈഡാണെങ്കിലും എല്ലാ ആംഗിളിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ബെറ്റർ ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറേ എടുക്കും. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബീച്ചിൽ കുതിരയെ വെച്ചിട്ടൊക്കെ കുറേ ടീംസ് ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുതിരേനെ ഓടിച്ച് പോകുന്നുണ്ട്. ഈ ബീച്ചിൽ വൈകുന്നേരമുള്ള കാഴ്ച തന്നെയാണ്. ഫുൾ ടൈം ആളുകൾക്ക് ഇതേപോലെ കുതിരേനെ വെച്ച് ഇങ്ങനെ ഓടിച്ച് കളിക്കുന്നതും നമ്മൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മളെ ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മളൊരു മെറ്റേണിറ്റി ഷൂട്ടിന് വന്നതാട്ടോ. അതും കോഴിക്കോടാണ്. നല്ല അടിപൊളി ബീച്ച് സൈഡ് ഗോദേശ്വരം ബീച്ചിൽ വെച്ചിട്ടാണ് നമുക്ക് ഷൂട്ടുള്ളത്. നമ്മളൊരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത്. 4 മണിക്ക് എത്തിയാലും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. ഒരു 5 മണി ടൈം ആകാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സൂര്യൻ അസ്തമിക്കുന്ന ഒരു ടൈമായിരുന്നു. നമ്മൾ കപ്പിൾസിനെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുറേ ഷോട്ടുകൾ ചെയ്തു. കപ്പിൾസും അതേപോലെ തന്നെ നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ടീംസായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ ഷൂട്ടൊക്കെ. കിടലിനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓരോ ടൈപ്പിലും നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ ടൈപ്പിൽ ഷൂട്ട് ചെയ്തു. പിന്നെ ആംബിയൻസിനെ പറ്റി പറയുക വെച്ചാൽ ബീച്ചിൽ ഒരു വൈകുന്നേരം ടൈമാണ് ബെറ്ററായിട്ട് നമുക്ക് നല്ല അടിപൊളി നല്ല കിടിലൻ സൺസെറ്റിലെ ലെവലിലും നല്ല അടിപൊളി ലൈറ്റിങ്ങും കിട്ടും. നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ചത്. രാവിലെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല വെയിലായി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് നമ്മളൊരു ഈവനിങ് തന്നെ വെച്ചു. അതേപോലെ തന്നെ ടീംസ് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവിടെ എത്തി. നമ്മൾ നല്ല നീറ്റായിട്ട് ടൈമിങ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഷൂട്ട് ചെയ്തു. ആ ടൈം തന്നെ അവിടെ വേറെ ഷൂട്ട് നടക്കുന്നുണ്ട് ബീച്ചിൽ. നല്ല റഷുള്ളൊരു ടൈമായിരുന്നു. എന്തായാലും ഷൂട്ട് ബീച്ചിലൊക്കെ നല്ല ആളുകളുണ്ടായിരുന്നു. പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വേറെ പല ഷൂട്ടും നടക്കുന്നുണ്ട്. അതും സേവ് ഡേറ്റ് ഷൂട്ടും ഇതേപോലെ കപ്പിൾ ഷൂട്ടും ഒക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ടൈമെന്ന് പറയുമ്പം അത്യാവശ്യം വെയിൽ കുറഞ്ഞിട്ട് ചൂട് കുറവുള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കപ്പിൾസിനെ വെച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വെയിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കണ്ണ് മുഴുവനായിട്ട് തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് തന്നെ മാറ്റിയത്. നല്ല വെയിൽ പോയിട്ട് ആ ഒരു സൺസെറ്റ് ടൈം ആകുമ്പം അത്ര ഒരു വിഷയം വരില്ല. നമ്മളിങ്ങനെ ഷൂട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ അതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൺസെറ്റ് ഇങ്ങനെ നിന്നിങ്ങനെ സെറ്റായിട്ട് ഇപ്പം തകർന്നു പോകുന്നുള്ള ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ടൈം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നുണ്ട്. ഏകദേശം ഒരു 5:45 6 മണി ടൈം ആയിട്ടുണ്ട്. ഏകദേശം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനുള്ള ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിനനുസരിച്ച് നമ്മൾ ഷൂട്ടും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിചാരിക്കുന്ന ലെവലിൽ നമ്മളിങ്ങനെ ഷൂട്ട് സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്താലും നമ്മൾ വിചാരിച്ചൊരു ഔട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പെടേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മൾ കുറേ ഒരു ലെവലിൽ വിചാരിച്ചാലും നമ്മളെ എന്താ പറയുക അത്രത്തോളം എന്താ പറയുക നമുക്ക് ആ ഒരു ഔട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടണം.
നമ്മൾ കുറേ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ കുറേ ഷൂട്ട് ക്ലോസപ്പിലാണെങ്കിലും വൈഡാണെങ്കിലും എല്ലാ ആംഗിളിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ബെറ്റർ ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറേ എടുക്കും. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബീച്ചിൽ കുതിരയെ വെച്ചിട്ടൊക്കെ കുറേ ടീംസ് ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഷൂട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുതിരേനെ ഓടിച്ച് പോകുന്നുണ്ട്. ഈ ബീച്ചിൽ വൈകുന്നേരമുള്ള കാഴ്ച തന്നെയാണ് ഫുൾ ടൈം ആളുകൾക്ക് ഇതേപോലെ കുതിരേനെ വെച്ച് ഇങ്ങനെ ഓടിച്ച് കളിക്കുന്നതും. നമ്മൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മളെ ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.